മാറ്റിയല്ലോ. വാ, ഭയങ്കര വേറെ ക്യാരക്ടർ ഫീലിംഗ് ആണ് കേട്ടോ. ഭയങ്കര പൊട്ടൻഷ്യൽ ടു ബി എ നമ്മുടെ ഇങ്ങനത്തെ പൊട്ടി നമ്മുടെ കേരളത്തിലുള്ള വഴിക്ക്. അതാ ഈ റോഡ് കണ്ടീഷൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇത്ര സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ ഇത്ര റാഷായിട്ട് ഓടിക്കാറില്ല. പക്ഷെ എന്നാലും ഇറ്റ് ക്യാൻ ഡു ഇറ്റ്. ഇറ്റ് ക്യാൻ അബ്സോർബ് ഓൾ ദാറ്റ് ഇംപെർഫെക്ഷൻസ്, ഓൾ ദാറ്റ് ബംപ് എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ആണെങ്കിൽ, ഹെഡ് ലൈറ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. സെറ്റപ്പ് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ജിംനി എടുത്തിട്ട് ഏകദേശം 4000 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. ഒരു മാസം കൂടി ആയിട്ടില്ല, എന്നിട്ട് ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിച്ചു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ഫോർ എൻ ഓണർഷിപ്പ് റിവ്യൂ. എന്നിട്ട് കുറേ പേര് ചോദിക്കുന്ന കാര്യം വൈ നോട്ട് ദ താർ റോക്സ്, എന്തുകൊണ്ട് താർ റോക്സ് എടുത്തില്ല, എന്തുകൊണ്ട് ജിംനി എടുത്തു, അതിനെല്ലാം കൂടി കവർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ഓണർഷിപ്പ് റിവ്യൂ ആണ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ കുറച്ച് പേര് ചോദിച്ചാൽ ഡിസ്കൗണ്ടിൻ്റെ കാര്യം ചോദിച്ചാൽ. ജൂലൈ വരെയും ബുക്ക് ചെയ്തവർക്ക്, ഞാൻ ജൂലൈയിലെ വണ്ടി എടുത്ത് ഡെലിവറി എടുത്ത ജൂലൈയിലാണ്. സോ ആ ടൈം വരെയും ബുക്ക് ചെയ്തവർക്ക് ഏകദേശം 3.4 lakhs ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കോർപ്പറേറ്റ് ഓഫർ 1.5 lakhs, പിന്നെ കമ്പനി 1.8 lakhs ഓഫർ റണ്ണിങ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് 50,000 rupees കുറച്ചുണ്ട്. അപ്പോൾ അന്ന് ബുക്ക് ചെയ്തവർക്ക് നല്ല പ്രൈസ്, നല്ല ഡിസ്കൗണ്ട് കിട്ടി. ഇപ്പോൾ 50,000 rupees ആ ഡിസ്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഒരാൾ നമ്പർ കൊടുത്തേക്കാം, കയറി വിളിച്ച് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടി എടുത്തുന്നുള്ള റാസിക്കുന്ന പേര്. സോ അദ്ദേഹത്തിനൊന്ന് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഹൈവേ മൈൽ മഞ്ചർ ആണോ എന്ന് കുറേ ചോദിക്കും. അല്ല, ഡെഫിനറ്റ്ലി ഒരു ഹൈവേ വെഹിക്കിൾ അല്ല. ലാസ്റ്റ് ഫ്യൂ വീക്സ് ഞാനും എൻ്റെ വൈഫും കൺസിസ്റ്റൻ്റ്ലി ഓൺ ദ റോഡ്, ഒരു റോഡ് ട്രിപ്പ് എടുത്ത് ഈ വണ്ടി മനസ്സിലാക്കാൻ. അതേപോലെ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു മെഗാ റോഡ് ട്രിപ്പ് സൗത്ത് ഇന്ത്യ മൊത്തം കറങ്ങാനുള്ള പ്ലാനാണ്. ചിക്കമംഗ്ലൂർ വഴി മലയും കുന്നൊക്കെ കയറ്റി ഓഫ് റോഡ് ഫ്ലഡഡ് ഹൈവേസിലൂടെ ഓടിച്ചു. എല്ലാ തരം സൗത്ത് ഇന്ത്യ ഫേസ് ചെയ്യുന്നു എക്സെപ്റ്റ് ഫോർ സ്നോ. കുറേ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ കൊണ്ടുപോയി വണ്ടി ഓടിച്ചിട്ടോ. ഐ എം വെരി മച്ച് ഇംപ്രസ് വിത്ത് ജിംനി. എന്ന് പറഞ്ഞാൽ ഹൈവേ സ്പീഡ്സ് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ 120 ക്രൂസ് ചെയ്യാനുള്ള വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹൈവേ സെക്ഷൻസൊക്കെ മാക്സിമം ഞങ്ങൾ ഒഴിവാക്കി. എന്നിട്ട് ഈ കൺട്രി റോഡ്സ്, ബ്രോക്കൺ റോഡ്സ്, ട്രെയിൽ റോഡ്സ്, നമ്മുടെ കോസ്റ്റൽ റൂട്ടില്ലേ, ആ ചിക്കമംഗ്ലൂർ ഹംപി റൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് റൂട്ടാണ് കേട്ടോ. അവിടുത്തെ സ്ഥലങ്ങൾ കാണാനാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ വഴികളുണ്ട് ഒരു ആർക്കിടെക്ചറിലോട്ട് പോകാൻ വേണ്ടി. അതേപോലെ ചിക്കമംഗ്ലൂർ അഡൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു പീക്ക് ഉണ്ട്. അതൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ വേറെ ഏത് വണ്ടി, ഇത്രയും ചെറിയ കുട്ടി വണ്ടി, സ്മോൾ ട്രാക്സ് ഉള്ള ഓഫ് റോഡ് സെക്ഷൻസ് ആട്ടോ. അവിടെയൊക്കെ കൊണ്ടുപോകാൻ അടിപൊളി വണ്ടിയാണ്. പിന്നെ എല്ലാവരും പറയും ഹൈവേയിൽ ഓടിക്കാം, 1 car for everything ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് കുറച്ച് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. BMCയുടെ ഒരു എയർ ഇൻടേക്ക് മോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓവൽ ട്രംപറ്റ് എയർ ബോക്സ് എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റോക്ക് എയർ ബോക്സ് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ട്യൂൺ ചെയ്യുന്ന സമയത്തൊക്കെ വേണം കുറച്ചൊരു പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എയർ ഇൻടേക്ക് സമയത്തുള്ള പ്രഷർ. അതേപോലെ കമ്പയർ ടു ദ എൻജിൻ സൈഡിൽ വല്ല ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്, ഭയങ്കര ഡ്രാസ്റ്റിക് ഡ്രോപ്പ് അറ്റ് ഹയർ RPMs കേട്ടോ. അപ്പോൾ അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഇൻടേക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഉപയോഗിച്ച കാർബൺ ഫൈബറിൻ്റെ ഓവൽ ട്രംപറ്റ് എയർ ബോക്സ് ആണ് കേട്ടോ. BMC ഈ ജിംനിക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു എയർ ബോക്സ്. അത് വെച്ച് നമ്മൾ ഡൈനോ ട്യൂൺസ് ECU എടുത്തിട്ട് അതിനനുസരിച്ചുള്ള കസ്റ്റം മാപ്പ്, എൻ്റെ റൈഡിങ് സ്റ്റൈലും എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു മാപ്പാണ് ഫയസ് ബൈ FRK റേസിംഗ് എന്നാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡൈനോ ട്യൂൺഡ് ആണ്. ഇപ്പോൾ മാനുഫാക്ചർ 103 horse power 134 Nm ഓഫ് ടോർക്ക് എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ ലോസസ് ഉണ്ടാവും, ടയറിൻ്റെ ലോസസ് ഉണ്ട്. അങ്ങനെ കുറേ ലോസസ് ഫേസ് ചെയ്യുക. ഞാൻ ചെയ്ത കുറേ മിസ്റ്റേക്സിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടയറാണ് കേട്ടോ. ഇത് ഗുഡ് ടയർ ഫോർ ഓഫ് റോഡിങ് ആണ്. പക്ഷേ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം എത്തില്ലേ, ഇപ്പോൾ സ്റ്റോക്ക് ടയേഴ്സ് ഹൈവേയിലൂടെ സാധാ ഇങ്ങനത്തെ റോഡിലൂടെയൊക്കെ ഓടിക്കാൻ അടിപൊളി ടയേഴ്സാണ്. നമ്മൾ നല്ല പേയ്മെൻറ്റ് ടാറിട്ട് റോഡിലൊക്കെ ഓടിക്കാൻ സ്റ്റോക്ക് ടയേഴ്സ്, ഡ്യുവലറിൻ്റെ ആ 195 സെക്ഷൻ ടയേഴ്സ് ഇസ് മോർ ദാൻ എനഫ് ആണ് കേട്ടോ. അത് വെച്ച് കുറച്ചൊക്കെ ഓഫ് റോഡും ചെയ്യാൻ പറ്റും. അത് ശരിക്കും മഡ് പ്ലസ് സ്നോ ടയേഴ്സും കൂടിയാണ്. അത് ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് അറിയാൻ, എൻ്റെ ട്യൂണർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിക്കും തിയറി നോക്കുവാണെങ്കിൽ അതും ഓൾട്ടറിയൻ ടയേഴ്സാണ്. അതിട്ട് ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഹോഴ്സ് പവർ കിട്ടും. കാരണം ഇത് ലൈറ്റ് ട്രക്ക് ടയേഴ്സും കൂടിയാണ്. ഇത് എക്സ്ട്രാ വെയിറ്റ് ആണ്, ഓൾമോസ്റ്റ് 2 kgs ഹെവിയറും കൂടിയാണ്. അപ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ, അപ്സൈസ് ചെയ്തിട്ട് കൂടുതൽ ഫ്രിക്ഷൻ, കൂടുതൽ വെയിറ്റ് ആയതുകൊണ്ട് സ്റ്റോക്കിൽ നിന്ന് തന്നെ എൻ്റെ 2 horse power അവിടെ നിന്ന് കട്ടായി പോയി ടയേഴ്സ് കാണണം. എന്നിട്ട് ഞാൻ ഇൻടേക്കും ECU ട്യൂണും ചെയ്തിട്ട് എൻ്റെ റൈഡിങ് സ്റ്റൈലിന് വേണ്ടി കമ്പൻസേറ്റ് ഏകദേശം ഫ്രം ദാറ്റ് പൊസിഷൻ എനിക്ക് എത്ര 63 ഞാൻ ഏകദേശം 8 horse power 8 Nm ഓഫ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഫ്റ്റർ ട്യൂൺ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത്രമാത്രം റേസ് മാപ്പിൽ ചെയ്ത് ഇഗ്നിഷൻ ചെറുതായിട്ട് അഡ്വാൻസ് ചെയ്ത് അതേപോലെ തന്നെ ഫ്യൂലിംഗ് കുറച്ചെടുത്തൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. RPM റേഞ്ചസിൽ കുറച്ച് ഹയർ RPM കുറച്ച് ഫ്യൂലിംഗ് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ BMCയുടെ ഇൻടേക്ക് കുറേ എയർ ആണ് ഇൻ ടു ദ എൻജിൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അറ്റ് ഹയർ RPM കൂടുതൽ എയർ എന്ന് പറഞ്ഞാൽ കോൾഡ് എയർ ആണെങ്കിൽ കൂടുതൽ ഓക്സിജൻ കിട്ടുക. കൂടുതൽ ഓക്സിജൻ, കൂടുതൽ ഫ്യൂൽ, ഇറ്റ് മേക്സ് മോർ പവർ.
മാത്രമല്ല അതുകൊണ്ട് 80-ലൊക്കെ പണ്ട് ഓടിക്കും 80, 90, 100 ഭയങ്കര സ്ട്രെയിനാണ് എഞ്ചിൻ. അത്ര ഹാപ്പി അല്ല ഈ എഞ്ചിൻ ഹയർ സ്പീഡ് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യാൻ ഈ എഞ്ചിന് പണ്ട് സന്തോഷമാണ്. ഇപ്പോൾ ഈ എഞ്ചിൻ വളരെ സ്മൂത്തായി. മാത്രമല്ല നൈറ്റ് ടൈം ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ എയർ ഇൻടേക്ക് ശബ്ദം ഭയങ്കര ഇതാണ്. അതാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. എയർ ഇൻടേക്ക് എക്സോസ്റ്റ് നോട്ടിലൊന്നും ചേഞ്ചില്ല. ആ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഭയങ്കര സെറ്റപ്പ് ഉള്ളാട്ടാ. കാരണം ഇതിൻ്റെ ഫയർ വോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഇൻസുലേഷനൊന്നുമില്ല. അപ്പോൾ ഭയങ്കര നോയ്സാണ് ഇൻ ടു ദ ക്യാബിൻ വരുന്നത്. അതത്ര നല്ല എത്ര പ്ലീസിങ് ആയിട്ടുള്ള നോയ്സൊന്നുമല്ല ഈ ജിമ്മിനിയുടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻടേക്ക് വെച്ചപ്പോഴേന്ന് ആ സൗണ്ട് കുറച്ചുകൂടി മാറി കുറച്ചുകൂടി നല്ല ശബ്ദമായി കുറച്ചുകൂടി ഒരു പെർഫോമൻസ് എഞ്ച്. അത്ര സ്പീഡൊന്നും ഉണ്ടായില്ല, പക്ഷേ എന്നാൽ കേട്ട് ഓടിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു നല്ല ശബ്ദമുള്ള ഇൻടേക്ക് കൂടി വെച്ചിട്ടുണ്ട്. ശരിക്കും ആഫ്റ്റർ EC ടൂൺ ഈ ഇൻടേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടുക. ഹൈവേസിൽ 16.6 കിലോമീറ്റർ ടു ദ ലിറ്റർ ആണ് കേട്ടോ ഈ ഇത് കാണിക്കുന്നത്. ഞാൻ ഫുൾ ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് കാണിച്ചപ്പോൾ എനിക്ക് 15.9 മിക്സ് ഓഫ് ഹൈവേ ആൻഡ് സിറ്റി കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഇത്ര കാലം ഓടിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇത് കാണിച്ചത്. ശരിക്കും ഞാൻ നെട്ടിപ്പോയി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈവേ സ്പീഡ്സ് 100, 110 ക്രൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഇൻടേക്കിൻ്റെ ശബ്ദമൊക്കെ ഇട്ട് കുറച്ചധികം കാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷയിൽ അത്രമാത്രം കിട്ടുമെന്ന്. എന്നിട്ടും എനിക്ക് ആ ഹൈവേ ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചപ്പോൾ 16 കിട്ടി. പിന്നെ അടുത്ത നെക്സ്റ്റ് ഇത് ഓടിച്ചപ്പോൾ വീണ്ടും 16 കിട്ടിയപ്പോൾ ഞാൻ കൊള്ളാം ഇതെങ്ങനെ കൊടുത്ത് ഓടിക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നുണ്ട് ആഫ്റ്റർ ട്യൂൺ. പിന്നെ ഇത് നാച്ചുറൽ ആസ്പെക്റ്റഡ് എഞ്ചിനാണ്, ടേബോ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ പവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇഗ്നിഷൻ ഫ്യൂലിംഗ്, അതുപോലെ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ടോക്ക് ലിമിറ്റർ ഉണ്ട്. ആ ടോക്ക് ലിമിറ്ററും കൂടി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടി എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വണ്ടി ഞാൻ ഫുൾ ലോക്ക് ചെയ്തല്ലേ വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ പാർക്കിലോട്ടിട്ടപ്പോൾ എല്ലാം അൺലോക്ക് ആയതുകൊണ്ടില്ലേ ആ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടും പോയി എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് അതുപോലെ പാർക്കിലോട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങോട്ട് നോക്കിയോ അല്ലെങ്കിൽ ഇത് ഇവിടെ നോക്കിയോ കേട്ടോ. അൺലോക്കായി കണ്ടില്ലേ, അൺലോക്ക് ഫീച്ചർ കൊടുത്ത്. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം ചെയ്തു തന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റോക്ക് ഒന്ന് ചെറുതായി പൊക്കുമ്പോൾ കുറച്ച് നേരം ബ്ലിങ്ക് ചെയ്യില്ലേ, ആ ബ്ലിങ്കറിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റി തന്നു. കുറച്ചും കൂടി നേരം ബ്ലിങ്ക് ചെയ്തിരിക്കോട്ടോ. ഒരു എക്സ്ട്രാ 2 ബ്ലിങ്ക്സ് കൂടി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ടൈം ഈ ഇൻഡിക്കേറ്റർ ഓൺ ആയിക്കോട്ടോ. കുറച്ചധികം ഫീച്ചേഴ്സ് ഓൾറെഡി വണ്ടിയുള്ള ഫീച്ചേഴ്സ്, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഡിസേബിൾഡ് ആയി കിടന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്തിരുന്നത്. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ ഡ്രൈവബിലിറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്തത്. സ്റ്റോക്ക് ജിംനി ഓഫ് റോഡിൽ അടിപൊളിയാണ്. ഓഫ് റോഡ് ആസ് എ ബിഗിനർ ആണെങ്കിലും ഓഫ് റോഡ് ഇതുവരെ ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുത്തുകൊണ്ട് പോയി ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട്. അത്രയും കോൺഫിഡൻസ് ആയി. എസ്പെഷ്യലി ഈ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒന്നും നോക്കണം, ഡ്രൈവ് ഇടുക. പിന്നെ ബീച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 4H ഇടുക, 4 വീലിലോട്ട് ഈക്വൽ പവർ കൊടുക്കുന്ന സെറ്റപ്പ് ഇടുക. മാത്രമല്ല ഞാൻ റിവ്യൂ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ലിമിറ്റഡ് ഡിഫറൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് 2 വീൽസ് ഔട്ട് ഓഫ് ട്രാക്ഷൻ വെറുതെ കിടന്ന് സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പവർ കട്ട് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ 2 ഒപ്പോസിങ് ആയിട്ടുള്ള വീൽസ് ഔട്ട് ഓഫ് ട്രാക്ഷൻ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ഷൻ ഇല്ലാണ്ട് വെറുതെ കറങ്ങിക്കൊടുക്കുക, അത് ബ്രേക്ക് വെച്ച് പിടിച്ചെടുത്ത് ഒപ്പോസിങ് ബാക്കിയുള്ള 2 വീലോട്ടും പവർ കൊടുത്തിട്ട് വണ്ടി ഔട്ടോ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് പോകാൻ കേട്ടോ. അതൊക്കെ ഭയങ്കര നല്ല ഫീച്ചറാണ്. പിന്നെ വേറെ ഞാനിപ്പോൾ ചെയ്ത മിസ്റ്റേക്ക് 215/75 R15 ടയേഴ്സ് ആയിട്ടേക്ക് അപ്സൈസ് ചെയ്തിരിക്കുക. കുറച്ചൊന്ന് അപ്സൈസ് ചെയ്തിട്ട് ഇതുവരെ അണ്ടർ ബ്രേക്കിംഗ് ടേൺ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ടേൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഫ്രണ്ട് ആൻഡ് ഡൈവ് ഉണ്ടെങ്കിൽ ഇതെവിടെ ഒരേയാണ് ഫീലിംഗ് കിട്ടുന്നത്. ഈ വീൽ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് വീലിൻ്റെ അല്ലെങ്കിൽ വീലിൻ്റെ വേർട്ടിക്കൽ ട്രാവലിനെ ഈ ആർട്ടിക്കുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുക ആ മൂവ്മെൻറ്റാണ്, വേർട്ടിക്കൽ മൂവ്മെൻറ്റ്. ആ ടൈം വരുമ്പോൾ ചില പ്രൈസിലൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. അത് ഏത് പോർഷൻ ഞാൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തില്ല. ഹൈവേയിൽ കുറച്ചധികം സ്പീഡ്സിൽ കുറച്ചധികം എന്തൂസിയസ്റ്റിക് ആയിട്ട് കുറച്ച് സ്പിരിറ്റഡ് ആയിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ചെറുതായിട്ട് ഒരേണ ഫീലിംഗ് കിട്ടും. ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് അണ്ടർ ആ ലോഡിൽ ഒരേണ ഫീലിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ 235 ടയേഴ്സ് ഇട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്താ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീൽ ആർട്ടിക്കുലേഷൻ ഇമ്പോർട്ടൻ്റ്. ഇതൊരു സോളിഡ് ആക്സിലായതുകൊണ്ട് നമ്മുടെ വീൽ ട്രാവലിനെ അഫക്റ്റ് ചെയ്താൽ ഓഫ് റോഡിങ്ങിന് വരെ അഫക്റ്റ് ചെയ്യാം. സോ സ്റ്റോക്ക് ടയേഴ്സിലാണ് 195 സെക്ഷൻ ടയേഴ്സ്. എന്നോട് ട്യൂണറും പറഞ്ഞ കാര്യം ആ ടയർ ശരിക്കും കേപ്പബിളാണ്. ടയർ പ്രഷർ കുറച്ചൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഓഫ് റോഡ് ചെയ്യാം. ഭയങ്കര കേപ്പബിൾ ടയേഴ്സ്. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ചും ബെറ്റർ ടയേഴ്സ് ഇടുകയാണെങ്കിൽ മച്ച് മോർ ടെക്നിക്കൽ സെഷൻസ് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി പഠിച്ചെടുക്കാൻ പറ്റും. ഇത് വണ്ടിക്ക് എനിക്ക് വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. പക്ഷേ ഇത് ഓടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഓഫ് എ കാർ. വാട്ട് എ കാർ! എത്രയും പൊട്ടൻഷ്യലുള്ള ഈ പ്രൈസ് റേഞ്ച് അറ്റ് 14 lakhs ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് അലോയ് വീൽസാണ് കിട്ടുന്ന. അതേപോലെ ആ 4 സ്പീഡ് ഓട്ടോമാറ്റിക് അത് ഭയങ്കര ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഗിയർ ബോക്സിൻ്റെ ഫങ്ഷൻസ് കേട്ടോ ഭയങ്കര അടിപൊളി ഫങ്ഷൻസ് ഒക്കെയുള്ള ഗിയർ ബോക്സ് 4x4 സിസ്റ്റം. ആ പ്രൈസ് ഇത്ര കുട്ടി വണ്ടി
അത് അടിപൊളി. അത് നിങ്ങൾക്ക് ആ പേർപ്പസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾക്ക് വെറുതെ സ്ട്രീറ്റിൽ ഓടിക്കാൻ, ഹൈവേയിൽ ഓടിക്കാൻ, ടൂറായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇതല്ല നിങ്ങളുടെ വണ്ടി, ഇത് വേറെ വണ്ടി. ദ താർ വുഡ് ബി ബെറ്റർ. അപ്പോൾ ഹൈവേ യൂസേജ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ, കുറച്ചും കൂടി കൂടുതൽ കിലോമീറ്റർ ഹയർ സ്പേസ് ട്രാവൽ ചെയ്യണം, അങ്ങനെ കൂടുതൽ ഹൈവേ യൂസേജ് ഉണ്ടെങ്കിൽ ദ താർ വുഡ് ബി ബെറ്റർ. ആൻഡ് ഓഫ് റോഡിംഗ് ഉണ്ടെങ്കിൽ ദ താർ ഇസ് മച്ച് ബെറ്റർ. ഒറ്റ കാറായിട്ട് ഓഫ് റോഡിങ് ആൻഡ് ഹൈവേ യൂസേജ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ താർ റോക്സിൻ്റെ റിയർ വീൽ ഓപ്ഷൻ ആയിരിക്കും മച്ച് ബെറ്റർ കേട്ടോ. പിന്നെ 4x4 ഓപ്ഷൻ വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ കോസ്റ്റ് ഇതുവരെ പ്രൈസ് ഇതുവരെ ഔട്ടായിട്ടില്ല. ആ റിയർ വീൽഡായി 5 ഡോറിൻ്റെ ബേസ് വേരിയൻ്റ്, അത് പെട്രോൾ മാനുവലിൻ്റെ പ്രൈസ് വരുന്ന ഓൺ റോഡ് ഓൾമോസ്റ്റ് 16 lakhs ആണ്. സെയിം പ്രൈസിങ് കമ്പയർ ടു ദാറ്റ് ജിംനി ഈസ് എ സ്റ്റീൽ ഡീലാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പുതിയ താറിൻ്റെ 2 വീൽ റിയർ വീൽ ഡ്രൈവ് ഓപ്ഷൻ തന്നെ ഏകദേശം 16 lakhs ഓൺ റോഡ് ഫോർ ദ മാനുവൽ പെട്രോൾ കേട്ടോ. നമുക്ക് വേണ്ട ഓട്ടോമാറ്റിക് ആണ്. സോ അതിൻ്റെ കോസ്റ്റ് വരാൻ പോകുന്നത് ഏകദേശം 25 lakhs കേട്ടോ. ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കാൻ 25 lakhs ഫോർ എൻ ഓഫ് റോഡ്. അത് കുറച്ച് കൂടുതൽ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പേർപ്പസ്ഫുൾ ഹാർഡ് കോർ ഓഫ് റോഡിങ്. ഹാർഡ് കോർ അല്ലെങ്കിൽ കുറച്ചൊക്കെ അക്രമം കാണിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ FRK കൊണ്ട് വണ്ടി പണിത് ട്യൂൺ ചെയ്ത് എല്ലാത്തിനും അതിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഹൈവേയിൽ താർ വുഡ് ബി ബെറ്റർ. താർ റോക്സൊക്കെ അതിന് ബെറ്റർ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഹൈവേ സ്പീഡ്സ്, 3 സ്പീഡ്സിലൊക്കെ ക്യാരി ചെയ്യാനും ട്രാവൽ ചെയ്യാനും പറ്റും. 1 കാർ ഫോർ എവറിത്തിങ് നോക്കുവാണെങ്കിൽ കുറച്ച് ഓഫ് റോഡിങ്, അതേപോലെ കുറച്ച് ഓഫ് റോഡിങ്, അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടി അക്രമം കാണിക്കുക, പിന്നെ ഹൈവേ ടൂറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ താർ റോക്സ് വുഡ് ബി ബെറ്റർ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഹൈവേയിൽ ഓടിക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അബാത്ത് കൊണ്ടുകൊണ്ട് ട്യൂൺഡ് വണ്ടിയാണ്. യു ക്യാൻ ഡു 200, അതുപോലെ ഈസിലി 150ൽ ഓൾ ഡേ എവറി ഡേ ക്രൂസ് ചെയ്യാൻ പോലുള്ള കേപ്പബിലിറ്റി ആണ്. ആ പെർഫെക്റ്റ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് തരുന്ന ആ വണ്ടി ഓടിക്കാൻ പറയുമ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ അങ്ങനത്തെ റോഡ് നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്. ഇപ്പോൾ ഞാൻ ഫുൾ സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് പോകണം ജിംനി എടുത്തപ്പോഴാണ് ഞാൻ ഫുൾ ഈ കൺട്രി റോഡ്സ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി, പീക്സ് കാണാൻ, അതേപോലെ കണ്ട റാൻഡം ആയിട്ടുള്ള ട്രെയിൽസ് കയറി പോകാനും അങ്ങനത്തെ കുറേ ചെറിയ ഇടവഴി കൂടിയ ഓഫ് റോഡൊക്കെ ചെയ്ത് പോയിട്ട് ഓരോ പീക്സിലൊക്കെ എത്തിപ്പെടാൻ ഇങ്ങനെ നാരോ വീൽ ബേസ് ഉള്ള സ്ഥലത്തൂടെയൊക്കെ പോകാൻ എപ്പോഴും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഒറ്റ കാർ ഫോർ എവറിത്തിങ് നോക്കുന്നതിനെക്കാട്ടും ഭേദം ഒരു പേർപ്പസ്ഫുൾ കാർ എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്ത അബാത്ത് ഫുണ്ടോ ഞാൻ ഏകദേശം ഡിസ്കൗണ്ട് സെയിൽ വന്നപ്പോഴാണ് എടുത്തത്. അത് അറൗണ്ട് 8.5 lakhs ഓൺ റോഡിനാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ ഇതിനും ഓൺ റോഡ് ഏകദേശം 15 lakhs ആണ് ആയിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ തന്നെ ഈ പുതിയ താർ റോക്സിൻ്റെ കോസ്റ്റ് ആയില്ല. അപ്പോൾ നിങ്ങളുടെ പേർപ്പസ് ഫോർ ഓഫ് റോഡിങ് ആണെങ്കിൽ ഒരു യൂസ് കാർ എക്സ്ട്രാ എടുക്കുക. ഫോർ ഹൈവേ ടൂറിങ് മാത്രമേ ഉള്ളൂ, സിറ്റി യൂസ് ചെയ്യണമെങ്കിൽ താർ റോക്സിൻ്റെ റിക്വയർമെൻറ്റ് ശരിക്കും നിങ്ങൾക്കില്ല. ഫോർ ദ ലുക്സ് ആ ഇതൊക്കെ എടുക്കുക. പക്ഷേ എന്നാലും ഇപ്പോൾ ഞാൻ പറയില്ലേ ഈ ഓണർഷിപ്പ് റിവ്യൂ കയ്യിൽ നിന്ന് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് ബിറ്റ്വീൻ ദ ജിംനി, താർ റോക്സ്, താർ 3 ഡോർ എല്ലാം വെച്ചിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ പ്യുവർ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ട്യൂണറിനെ വിളിച്ച് കുറച്ച് റാലി ചാമ്പ്യൻസിനെ വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അനലൈസിസ് ചെയ്യുക. ഇതിൻ്റെ സസ്പെൻഷൻ വേഴ്സസ് അതിൻ്റെ സസ്പെൻഷൻ, എന്തൊക്കെ ചേഞ്ച് ഉണ്ട്, എന്തായിരിക്കും ബെറ്റർ ഫോർ യു. അങ്ങനത്തെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. കുറച്ച് ടെക്നിക്കലാണ്, കുറച്ച് ബോറിങ്, കുറച്ചധികം ഇൻപുട്സ് ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. കുറച്ചധികം എഫേർട്ട് എടുക്കുക. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഡു യു വോണ്ട് ദാറ്റ് വീഡിയോ? നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്യണം. ലെറ്റ് മീ നോ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. പിന്നെ വേറെ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്നാണ് ഇതിൻ്റെ റിയർ സീറ്റ്സും റിക്ലൈൻ ചെയ്യാൻ പറ്റും. വൺസ് കുറച്ചൊരു ഡിഗ്രി റിക്ലൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര ആഡ് വേണ്ട. കുറച്ച് സ്റ്റോറേജ് സ്പേസ് പറയും, പക്ഷേ എന്നാലും കുറച്ചൊരു സ്റ്റെപ്പും കൂടി ബാക്കിലോട്ട് ഇതേപോലെ ആക്കാൻ പറ്റും. സെറ്റപ്പ് കൊള്ളാം. അത് ആക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഫിക്സ് സീറ്റ്സ് ആയിക്കൊന്ന് വെച്ചാൽ, പക്ഷേ ഇതൊരു സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നത് കുറച്ച് കംഫർട്ട്, ഏറ്റവും വലിയ കംഫർട്ടാണെന്നും പറയുന്നില്ല, പക്ഷേ എന്നാലും ഫോർ റോഡ് ട്രിപ്പൊക്കെ പോകാൻ 4 പേർക്ക് ഇരുന്ന് പോകാൻ കംഫർട്ടബിളി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. റിയർ സീറ്റ്സ് മിക്കതും ഭയങ്കര ക്രാംഡ് ആണ്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഭയങ്കര ചെറുതായിട്ട് അത് ഞാൻ ഫ്രണ്ട് സീറ്റ് ഫുൾ ബാക്കിലോട്ട് വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വേറെ ഷോട്ടും കൂടി കാണിച്ചു കേട്ടോ, ഇത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. പിന്നെ മിക്കവർക്കും അറിയാവുന്ന കാര്യം, പക്ഷേ എന്നാലും ഞാൻ വീണ്ടും എടുത്താൽ ഇതൊരു 4 സീറ്റർ ആണ് കേട്ടോ. 4 പേർക്ക് വേണ്ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാഹനമാണ്. 5 സീറ്റർ അല്ല, 5 സീറ്റ് ബെൽറ്റ്സ് ഇല്ല, 4 സീറ്റ് ബെൽറ്റ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC ആണ്. ഇത് ക്യാബിൻ വളരെ പെട്ടെന്നാണ് കൂൾ ഡൗൺ ചെയ്യുന്നത്. ഈ ചെറിയ ക്യാബിനായതുകൊണ്ട് വലിയ നല്ല പവർഫുൾ AC യൂണിറ്റ് ആണ് കൊടുത്തത്. അത് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് കൊടുത്തത്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ആൽഫ യൂണിറ്റിലാണ്, ആൽഫ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് ചില്ല് ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ വെൻറ്റിൻ്റെ അവിടെ ഒരു കപ്പ് ഹോൾഡറും കൂടി വെച്ചിട്ട് അത് കുറച്ചുകൂടി തണുപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. 24 ഡിഗ്രീസ് വെച്ചാൽ തന്നെ നല്ല തണുപ്പ്. പെട്ടെന്നാണ് ക്യാബിൻ എൻറ്റയർലി ചില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ജിംനിയുടെ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഞാൻ സൗത്ത് ഇന്ത്യ ട്രിപ്പ് പോയപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് FRK റേസിംഗ് പോയിട്ട് ECU ട്യൂൺ ചെയ്ത്, അതുപോലെ BMCയുടെ ഓവൽ ട്രംപറ്റ് എയർ ബോക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബെറ്റർ എയർ ഇൻടേക്കിന്, അതുപോലെ ഫ്യൂലിംഗ്, ഇഗ്നിഷൻ ടൈമിംഗ് അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഈ ടോക്ക് കൺവേർട്ടറിൻ്റെ ടോക്ക് ലിമിറ്റർ ഉണ്ട്, അത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് കുറച്ചൊരു എക്സ്ട്രാ ടോക്ക് കിട്ടിയായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീൽസ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക്. ഇത് ലൈറ്റ് ട്രക്ക് ടയേഴ്സ്. ഇപ്പോൾ എൻ്റെ വൈഫ് ഓടിക്കുന്നവർ കുറച്ചൊരു ബെറ്റർ സൈഡ് വാൾ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ലൈറ്റ് ട്രക്ക് ടയേഴ്സ് ഇട്ടിരിക്കുന്നത്. ഈ ടയേഴ്സ് ഹെവിയാണ്, വെയിറ്റ് 2 കിലോ എക്സ്ട്രാ വരുന്നത്. സോ അതിൻ്റെ പ്രശ്നം വരുന്ന പവർ ഡ്രോപ്പ് ഉണ്ട്. കമ്പയർഡ് ടു സ്റ്റോക്ക് വീൽ, ഈ വീൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു 2 ഹോഴ്സ് പവർ അവിടെ തന്നെ പോകുന്നതാണ്. പിന്നെ നമ്മുടെ പേർപ്പസ് അത് നമ്മൾ ഓഫ് റോഡിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ നാരോ വഴി കൂടി പോവുകയാണെങ്കിൽ സൈഡ് വാളിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇതിന് അൺകണ്ടീഷൻ വാറണ്ടി മിക്ക ഇങ്ങനത്തെ ഓൾട്ടർനേറ്റ് ടയേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺകണ്ടീഷൻ വാറണ്ടി കിട്ടുന്ന. പക്ഷേ എന്നാലും ടയർ സൈഡ് വാൾ പഞ്ചറായി റോട്ടിൽ കയറുന്നത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും കുറച്ചും കൂടി സ്റ്റിഫർ സൈഡ് വാളിൻ്റെ റൈഡ് ക്വാളിറ്റി കുറച്ചൊന്ന് കുറയും. ഞാൻ സ്റ്റോക്ക് ടയർ ഇട്ടത് ഡ്യൂവലർ, ബ്രിസ്റ്റോൺ ഡ്യൂവലർ 195 സെക്ഷനിലെ ടയർ ഇട്ടിട്ട് കുറച്ച് ഓഫ് റോഡും കുറച്ച് ഹൈവേയിലൊക്കെ ഓടിച്ചു നോക്കിയിട്ട് സംഭവം ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് കുറച്ചും കൂടി ടൈറ്ററായി. ഇപ്പം ഞാൻ ഓൾറെഡി ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് യൂണിറ്റ് ഓടിച്ച് അബ്ബാദ് പുണ്ടോടെ ഓടിച്ചിട്ട് ഇതിൻ്റെ ഓടിക്കുമ്പോൾ എനിക്ക് വലിയ സീൻ തോന്നില്ല. പക്ഷേ പുതിയൊരാൾ വന്ന് ഇരുന്ന് ഓടിക്കുമ്പോഴേക്ക് അത് മനസ്സിലായി ഇത് കുറച്ചും കൂടി ടൈറ്ററായി കമ്പയർഡ് ടു സ്റ്റോക്ക് ജിമ്മി. അത് ഓൾറെഡി ആൾക്കാർ പറയാണ്ട് അത്ര ഫീഡ്ബാക്ക് കിട്ടാത്തൊരു സ്റ്റിയറിംഗ് ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവിടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കയറി കണ്ടു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റിയറിംഗ് ടൈപ്പിനെ കുറിച്ച് ഈ റീസർക്കുലേറ്റിംഗ് സ്റ്റീൽ ബോൾ സ്റ്റിയറിംഗ് എന്നാണ് പറയുന്നത്. അതിന് കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട്. ഒരു വേഗം ഇൻപുട്ട് റിലയബിൾ എഫിഷ്യൻ്റ് ട്രക്സിലൊക്കെ കൊടുത്ത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള സാധനം. പക്ഷേ ലാക്ക് ഫീഡ്ബാക്ക് ഹൈവേസിലൊക്കെ ഓടിക്കാൻ കുറച്ചൊക്കെ ട്വിസ്റ്റി റോഡ്സൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ആ പഴയ അബാർത്തിൻ്റെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് യൂണിറ്റിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാത്തപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് ഞാൻ മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന കേപ്പബിലിറ്റി നമ്മൾ പോകുന്ന പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ നമുക്ക് സന്തോഷത്തോടെ ഒന്നും നോക്കാണ്ട് ആ ആവറേജ് സ്പീഡ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ജസ്റ്റ് ഒരു കമ്പാരിസൺ ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ അബാദ് പുണ്ടോയിൽ കോഴിക്കോട് പോകുമ്പോൾ അത് പ്രോപ്പർലി ട്യൂൺഡാണ്. ക്യാൻ ഡു 200, നേരത്തെ 200 അടിക്കാൻ പറ്റും. വെരി ഫാസ്റ്റ് 0 to 100 ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിളാണ്. പക്ഷേ അത് കോഴിക്കോട് എത്താൻ 4 hours 4.5 hours 4.5 hours ഒക്കെ ഏകദേശം എടുക്കുന്ന പറഞ്ഞപ്പോൾ അത്രയും മോശമായിട്ടുള്ള റോഡ്. അവിടെ കാല് കൊടുക്കാനും അത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അത്രയൊന്നും എൻജോയ് ചെയ്യാനുള്ള റോഡില്ല. പക്ഷേ വിത്ത് ജിംനി അതിൻ്റെ പകുതി പവർ പറഞ്ഞു. ശരി, അതിൻ്റെ പകുതി പവറും കൂടിയില്ല. എന്നിട്ടും കൂടി അതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് ഞാൻ ഏകദേശം അറൗണ്ട് 4 hours തന്നെ ഞാൻ കോഴിക്കോട് എത്തിയെന്ന്. അത്ര അക്രമം കാണിച്ചില്ല. ആവറേജ് സ്പീഡിലാണ് കാര്യം. പൊട്ടിപ്പൊളിഞ്ഞ വഴിയിൽ നിർത്താണ്ട് കീപ്പിംഗ് ദ ആവറേജ് സ്പീഡ്. എല്ലാവരും ആ പോട്ടോൾസ് പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ മാറി സൈഡിൽ കൂടിയൊക്കെ പയ്യെ പോകുമ്പോൾ ആ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടി ഡയറക്റ്റായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തില്ല. നെക്സ്റ്റ് ടൈം ഞാൻ കോഴിക്കോട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസസ് ആ ശാലയം റോഡൊക്കെ ഇല്ല, കുറച്ച് അത്രയും ഡാമേജ് ആയി കിടക്കുന്ന റോഡ് ലാസ്റ്റ് കോഴിക്കോട് എത്താനുള്ള ഡിലേയിൽ ആ ഫുൾ റോഡ് ഫുൾ പാച്ചസ് ഓഫ് റോഡിൽ ഫുൾ സ്പീഡ് നിങ്ങൾക്ക് വരുന്ന സ്പീഡ് 60 km അത് ത്രൂ ഔട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്ര കേബിളാണ്. എവിടെയും എത്ര പൊട്ടിപ്പൊളിഞ്ഞ കേരള റോഡിന് പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. സ്റ്റോക്ക് സസ്പെൻഷൻ ആസ് ഇറ്റ് ഈസ് വലിയ സീനൊന്നുമില്ല. കുറേ പേര് പറയും ഇതിൻ്റെ സസ്പെൻഷൻ മോശമാണ്, ഭയങ്കര ബാഡാണ്, അത്ര സെറ്റപ്പ് ഒന്നുമല്ല, റിയർ ഭയങ്കര സോഫ്റ്റാണ്, അൺമാനേജബിൾ ആണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ ട്രാവൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സൗത്ത് ഇന്ത്യ മൊത്തം പോയിട്ട് കുറച്ച് കിലോമീറ്റർ 4000 kilometers ആയിട്ടുള്ളൂ. യാതൊരു ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. കുറച്ച് ഓൺ ദ സോഫ്റ്റ് സൈഡ് അതെ, പക്ഷേ ഫോർ റോഡ് യൂസ് ഈ വൈഡ് വെറൈറ്റി ഓഫ് യൂസസ് എല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കിളികളൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളി സെറ്റപ്പ്, ഓവറോൾ അടിപൊളി സെറ്റപ്പ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈവേയിൽ ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടഫ് ഡോഗ് ഉണ്ട്, ടനാബി ഉണ്ട്, അങ്ങനെ കുറേ ആഫ്റ്റർ മാർക്കറ്റ് സൊല്യൂഷൻ അവൈലബിൾ ആണ് ജിംനി കേട്ടോ. ഇത് 4 കോയിൽ സ്പ്രിങ്സാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ബാക്കിൽ ലീഫൊന്നുമല്ല. കുറച്ച് പേർ ചോദിച്ചാൽ ബാക്കിലത്തെ ലീഫ് സ്പ്രിങ് ആണ്. ഫ്രണ്ടും ബാക്കും കോയിൽ സ്പ്രിങ്സ് മാത്രം സോളിഡ് ആക്സിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഓഫ് റോഡിങ് സെറ്റപ്പിനൊക്കെ ആണെങ്കിൽ കുറച്ച് റോഡ് യൂസൊക്കെയാണ് നല്ല സെറ്റപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്തത്. വലിയ ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യം ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ് കേട്ടോ. അടിപൊളി LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫോഗ് ലാമ്പ് ആണെങ്കിലും ഓവറോൾ സെറ്റപ്പ് ഫോർ എവറി ഡേ യൂസ് ആൻഡ് ഫോർ ടൂറിങ്, അഡ്വഞ്ചർ ടൂറിങ് ഒക്കെ ചെയ്യാൻ സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ല സെറ്റപ്പ്. ഇത് കൂടുതൽ വേണമെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ലേറ്റ് നൈറ്റായിട്ട് കുറച്ച് അക്രമം കാണിക്കാൻ, കുറച്ച് കാടൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റ്സ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. പക്ഷേ അത്രമാത്രം ഓഫ് റോഡിങ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ സ്റ്റോക്ക് ലൈറ്റ്സ് തന്നെ 90% ഓഫ് ദ ടൈം ഫോർ 90% ഓഫ് ഡ്രൈവേഴ്സ് ഇത് മോർ ദൻ എഫ് ആണ്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമായിട്ട് ഒരു കമൻറ്റ് പെർട്ടിക്കുലർ ചോദിച്ച കാര്യം ഇതിന് ഡിഫ് ലോക്കേഴ്സ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നല്ലൊരു ഓഫ് റോഡർ ആകുമെന്ന്. സോ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ റിയർ വീൽ ഡ്രിവനാന്ന് പറഞ്ഞ് ഡിഫറൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഡിഫറൻഷ്യൽ എന്താണ് സെറ്റപ്പ്, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി പറയാൻ വേണ്ടിയിട്ട് ഓണർഷിപ്പ് റിവ്യൂ. പക്ഷേ എനിക്ക് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ല. അപ്പോൾ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കാണുമ്പോൾ ചെറിയൊരു ഉണ്ട കണ്ടിട്ടില്ലേ, അതിന് ഡിഫറൻഷ്യൽ എന്ന് പറയും. ഇത് കൊടുക്കാനുള്ള റീസൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ സാധാ കാറൊക്കെ ഇതിൻ്റെ ബാക്കിലത്തെ ആക്സിൽ കണക്റ്റഡ് സോളിഡ് ആക്സിലായിട്ടാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഡിഫറൻഷ്യൽ സാധാ ഒരു ആക്സിൽ സാധാ ഈ ടോയ് കാസിലൊക്കെ കാണില്ല, ഒരു റോഡ് വെച്ച് കണക്ട് ചെയ്ത് 2 വീൽസ് ബാക്കിലത്തെ ലെഫ്റ്റ് റൈറ്റ് വീൽസ് കണക്റ്റഡ് ആണെങ്കിൽ പ്രശ്നം പറ്റാവുന്ന നേരെ പോകുമ്പോൾ യാതൊരു പ്രശ്നമില്ല.
ഒരു വളവ് എടുക്കാനുള്ള ചേഞ്ച് വരുന്നത്. ഒരു റൈറ്റ് ടേൺ എടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുകയാണെന്നാൽ റൈറ്റ് സൈഡ് ടയറിന് കുറച്ച് ഡിസ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്താൽ മതി, കുറച്ച് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഔട്ട്സൈഡ് ടയർ, ആ ലെഫ്റ്റ് ടയറിന് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതുകൊണ്ട് കൂടുതൽ RPM അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ ടു ദ സെയിം കർവ്. അല്ലെങ്കിൽ അങ്ങനെ ടേൺ ചെയ്തില്ലെങ്കിൽ അത് സ്ലിപ്പാവുന്ന, ഡ്രിഫ്റ്റ് ആവുന്ന. അതുകൊണ്ട് ഡ്രിഫ്റ്റ് കാസിലൊക്കെ നമുക്ക് കേൾക്കാം വെൽഡിങ് ദ ഡിഫറൻഷ്യൽ എന്ന് പറയില്ലേ, ആ ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിൽ ഗിയേഴ്സ് വെൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റിയർ ഡിഫറൻറ്റ് ഓവർ സ്റ്റിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ബിൽഡൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സനം ഷേഖുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ വച്ചാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് കിങ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ അബി ദോസ്താണ്. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം, ഡിഫറൻസിനെ കുറിച്ചൊക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഞാൻ ഈ കാർ കമ്മ്യൂട്ടർ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഹേറ്റുള്ളൊരു കമ്മ്യൂട്ടർ. നമ്മൾ പെർഫോമൻസ് ആയിട്ട് ട്രൂലി ബാക്ക് ടു ഫാക്ട്സ് ഡൈനോ ചാർട്ട് വരെ കാണിച്ചവർ ആൾക്കാർ വരെ ഈ വണ്ടി പാട്ട വണ്ടിയായി പെട്ടി വണ്ടി ഇതൊക്കെ എന്തിനെടുത്ത് അപ്പോൾ പുണ്ടും എടുത്തപ്പോൾ വരെ അത്രയും ക്രിറ്റിസിസം ഓഫ് ഈസിയായി. അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഭയങ്കര റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രം റാലി ചാമ്പ്യൻസിനൊക്കെ വെച്ച് FRK മൾട്ടിപ്പിൾ ടൈം ട്യൂണിങ് ഹൗസ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ട്യൂണിങ് ഹൗസിനെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയും ഏതാണ് ഇവന്ന്, അങ്ങനെ വന്ന കമൻസൊക്കെയാണ്. സോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ കാർ കൾച്ചർ അധികം പിടിക്കുക. മോട്ടോർ സൈക്കിൾ റേസിങ്ങിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് കുറേ ബിൽഡ് സീരീസൊക്കെ നമ്മൾ പണ്ട് വീഡിയോ ചെയ്യാം. കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത്. അതിലാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുക. ഓൺ യൂട്യൂബ് ആ കമ്മ്യൂണിറ്റി ആയിട്ടില്ല. സോ ഞാൻ ബിൽഡ് ചെയ്യാൻ മൈൻഡ് ഉണ്ട്. പക്ഷേ ഡു ലെറ്റ് മീ നോ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് കോണ്ടന്റ് ഓൺ കാസ്റ്റ് ചെയ്യണോ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഡിഫറൻഷ്യൽ ഇല്ല, സോളിഡ് ആയിട്ടുള്ള ഒരു ആക്സിൽ വെച്ച് കണക്ഷൻ ആണെങ്കിൽ ഒരു വളവെടുക്കുമ്പോഴേക്കും വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പോകും, സ്ലിപ്പായി പോകും, ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഡിഫറൻഷ്യൽ കൊടുത്തത്. ഈ ഡിഫറൻഷ്യലിൻ്റെ പേര് തന്നെയുണ്ട്, ഈ രണ്ട് വീൽസും ഡിഫറെൻറ്റ് സ്പീഡ്സിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻഷ്യൽ കേട്ടോ. അപ്പോൾ ഈ ഡിഫ് ലോക്കസ് എന്തിനാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിയറി ടെക്നിക്കലോട്ട് പോകണം. ഡിഫ് ലോക്കേഴ്സ്, ഈ വണ്ടിയിൽ ഡിഫ് ലോക്കേഴ്സ് ഇല്ല. നമുക്ക് മെക്കാനിക്കലി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലോക്ക് ചെയ്യുന്ന റിക്വയർമെൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡ് അപ്പോൾ ഒരു ടയർ ചെളി പെട്ട് വയ്ക്കുക, അവിടെ ട്രാക്ഷൻ ഇല്ല, മറ്റേ ടയറിന് ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടയർ ട്രാക്ഷൻ ഇല്ലാണ്ട് ഈ പൂഴിമണ്ണില്ല, പൂഴിമണ്ണ് വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് അപ്പോൾ മറ്റേ വീല് കറങ്ങില്ലെന്ന് ചോദിക്കും, ട്രാക്ഷനുള്ള വീലും കൂടി കറങ്ങില്ല. എപ്പോഴും ഈ പവർ ടു ദ ഡിഫറൻഷ്യൽ പോകുന്നത് ലീസ്റ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന പാത്തിലൂടെയൊക്കെ ഈ സാധനം എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ പൂഴിമണ്ണിൽ ഒരു ടയർ ഉണ്ടെങ്കിൽ ആ ടയർ വെറുതെ സ്പീഡിൽ കറങ്ങിക്കൊണ്ട് എല്ലാ പവറും അതിലോട്ട് മറ്റേ ടയർ പ്രോപ്പർലി കറങ്ങുക. ഈ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരും. ഡിഫ് ലോക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ലോക്കായ പവർ 50-50 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു വണ്ടി ഒരു ടയർ ചെളിയിലാണെങ്കിൽ അതിന് 50% കൊടുക്കും, മറ്റേ ഓൺ ദ ട്രാക്ഷൻ ഓൺ ദ ഗ്രിപ്പ് കിട്ടുന്ന സൈഡിൽ ഒരു 50% പവർ കൊടുക്കും. എന്നിട്ട് ആ ചെളി പിടിച്ച സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. അതാണ് ഡിഫ് ലോക്കേഴ്സ്. ഇതിനത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ നല്ലൊരു ഓഫർ ഓർഡർ ആവുമെന്നാണ് കമൻറ്റിൽ ചോദിച്ചത്. സോ ആ കമൻറ്റിൽ ചോദിച്ച ആകാശിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇതിന് വേറൊരു ടെക്നോളജിയാണ് സുസുക്കി കൊടുത്തിരിക്കുന്നത്. BLD അല്ലെങ്കിൽ BLSD എന്ന് പറയും. BLSD, ബ്രേക്ക് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ എന്നാണ്. ഇപ്പോൾ മെക്കാനിക്കലി അല്ലെങ്കിൽ ബട്ടൺ ഇലക്ട്രോണിക്കലൊന്നും നമുക്ക് ആക്ച്വലി സ്വിച്ചസ് ഇല്ല. 4x4 മോഡിൽ ഇതിന് അതേ സെയിം സിനാറിയോ. ഇപ്പോൾ നമ്മളൊരു ബീച്ചിലൂടെ പോകുന്ന ഒരു സൈഡ് ഭയങ്കര പൂഴിമണ്ണ, അപ്പുറത്തെ കുറച്ചൊരു സോളിഡ് മണ്ണ. അപ്പോൾ പൂഴിമണ്ണിൽ എൻ്റെ ഈ ടയർ, ഈ ലെഫ്റ്റ് സൈഡ് ടയർ പൂഴിമണ്ണിൽ പെട്ടുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പവർ ടു ദ വീൽ വരുന്ന ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പൂഴിമണ്ണിലാകുമ്പോൾ ഇന്ന് റെസിസ്റ്റൻസ് ഇല്ല, വെറുതെ കിടന്ന് സ്ലിപ്പായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ട്രാക്ഷൻ പോയിട്ട് വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ബ്രേക്ക് വെച്ചിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കും, ഇതിൻ്റെ ECU വെച്ചിട്ട് മനസ്സിലാക്കും ഇത് ഈ വീല് വെറുതെ കിടന്ന് കറങ്ങുമല്ലോ, ഇവിടെ ട്രാക്ഷൻ ഇല്ല, മറ്റേ വീലിനെക്കാട്ടി ഫാസ്റ്ററായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ബ്രേക്ക് വെച്ച് ഇത് പിടിക്കുന്നതാണ്, ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതാണ്, ഇതിൻ്റെ പവർ ടു ദ റൈറ്റ് വീലിലോട്ട് കൊടുക്കുന്ന. ആ വീലിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ ട്രാക്ഷൻ ഉണ്ട്, അവിടെ ഗ്രിപ്പ് കിട്ടുന്ന വീലാണ്. ആ വീല് കറങ്ങിയിട്ട് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അതാണ് BLSD എന്ന് പറയുന്നത് കേട്ടോ, ബ്രേക്ക് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ. അത് ഇതിന് കൊടുത്തിട്ടുണ്ട്. ചില വെഹിക്കിൾസിന് രണ്ടും പ്രൊവൈഡ് ചെയ്യും. ഡിഫ് ലോക്സ് വിത്ത് BLSD കൊടുത്തിട്ടുണ്ട്. ചില വണ്ടിയിൽ BLSD ഉണ്ടാവും, ചില വണ്ടിക്ക് ഡിഫ് ലോക്സ് ഉണ്ടാവും. അതുപോലെ ജിംനിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന BLSD ആണ് കേട്ടോ. അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കാണിച്ചത് ഇതിന് BLSD ആണ്. ഞാൻ കുറച്ച് ആ പൂഴിമണ്ണിലൊക്കെ പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്ത കാര്യം, ഞാൻ വെച്ചാൽ ഇത് കൊള്ളാലോ, സെറ്റപ്പ് കൊള്ളാലോ. അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ടയർ പെട്ടുപോയാലും മറ്റേ ടയർ ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പവർ കൊടുത്ത് വണ്ടി രക്ഷപ്പെടുന്നുണ്ട്. സെറ്റപ്പ് സാധനം. അങ്ങനെയാണ് ഓഫ് റോഡിൽ ജിംനി കുറച്ച് കേപ്പബിലിറ്റി ഒക്കെ കാണിക്കുന്നത്. സോ ഒരു ഓവറോൾ ചുരുക്കി പറയുകയാണെന്ന് പറഞ്ഞാൽ ദ ജിംനി ഈസ് എൻ എക്സലൻറ്റ് കാർ കേട്ടോ. അതിന് ഉണ്ടായിരുന്ന പോരായ്മ എന്ന് പറഞ്ഞാൽ ഹൈവേസിൽ 80-100 ഓടിക്കും ഭയങ്കര സ്ട്രെയിൻ ഓൺ ദ എഞ്ചിൻ ഫീൽ ചെയ്യുന്നത്. ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ഓൺ ദ എഞ്ചിനുണ്ടാവും. അത് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ BMCയുടെ ഇൻടേക്കും അതുപോലെ ECU ട്യൂൺ ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ ഫ്യൂലിംഗ് കൊടുത്തിട്ടാണ് ആ 80-100 ഫാസ്റ്റാക്കി. മാത്രമല്ല ഒരു 100-110 ഈസിലി ക്രൂസ് ചെയ്യാനുള്ള, കംഫർട്ടബിളി ക്രൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള സെറ്റപ്പിലുള്ള ഒരു ട്യൂണാണ് കൊടുത്തത്. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന് വേണ്ടിയുള്ള ഒരു കസ്റ്റം മാപ്പാണ് ഇത് ഫ്ലാഷ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഇൻസുലേഷൻ ആൻഡ് ഇതിൻ്റെ ഫയർ വാൾ, എഞ്ചിനും ആ ക്യാബിനിലോട്ട് കയറി വരുന്ന കുറേ നോയ്സ് ഫ്രം ദ എഞ്ചിൻ. എനിക്കത് വലിയ പ്രശ്നമില്ല. എനിക്ക് ഇപ്പോൾ ആ ഫിൽറ്റർ വെച്ചപ്പോൾ ആ കിട്ടുന്ന ശബ്ദം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ വൈഫിനോ ഫാമിലിക്ക് ഓടിക്കുമ്പോൾ ഇതെന്ത് ഇത്ര ശബ്ദം, നൈറ്റൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ഒച്ച വരും. കുറച്ച് RPM കയറി അറ്റ് 3 ഡിജിറ്റിലൊക്കെ കംഫർട്ട് ഒന്ന് ക്രൂസ് ചെയ്തൊക്കെ പോകുമ്പോൾ 120 ഒക്കെ എത്തുമ്പോഴേക്ക് ആ ശബ്ദം, ഒരു എയർ ഇൻടേക്ക് ചെയ്യുന്ന ശബ്ദം, ആ BMCയുടെയും വരുമ്പോൾ ഈ പോർ ഇൻസുലേഷൻ ആയതുകൊണ്ട് ക്യാബിൻ്റെ ഉള്ളിലോട്ടൊക്കെ ശബ്ദം കേൾക്കുക. അത് ബാക്കിയുള്ളത് കുറച്ച് എന്തോ പ്രശ്നമുള്ളൂ, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു ശബ്ദം, അത്ര ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷേ ഇൻഫാക്ട് വണ്ടി എഞ്ചിൻ ഭയങ്കര സ്മൂത്ത് റിലാക്സ്ഡ് ആയിട്ട് 2500-3000 RPM പോകുന്ന ആ സൗണ്ട് ഇൻസൈഡ് ദ ക്യാബിൻ കുറച്ച് സീനാണ്. അത് മാത്രം നോക്കണം. പിന്നെ ഇത് ഈ മിറേഴ്സ് ഉണ്ട്, ഇത് ഭയങ്കര പുറത്തോട്ട് പ്രൊട്രൂഡായിട്ടായിരിക്കുന്ന. നമ്മൾ ഈ ചെറിയ വണ്ടി വേണ്ടി നമ്മൾ എല്ലായിടെയും കൂടി കയറ്റുമ്പോഴേക്ക് ഒന്ന് വന്ന് തട്ടാൻ, ആരെങ്കിലും വന്ന് തട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും ഒരുമിച്ച് 2 ജിമ്നിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യം, ഓപ്പോസിറ്റ് വന്നൊരു വണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം ഈ വണ്ടി എടുക്കണമെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ജിമ്നി എൻ്റെ മനസ്സിൽ കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ വണ്ടി മാർക്കറ്റിൽ എല്ലാ വണ്ടി ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവസാനം വന്ന് ജിമ്നി എടുത്ത്, അത് റോഡിൽ ചെറുതായി ഓടിച്ചപ്പോൾ ഞാൻ ചെയ്ത് എന്ത് വണ്ടി, ഈ ഓട്ടോമാറ്റിക്കിൽ എന്ന് പറഞ്ഞാൽ 100 എത്താൻ ഓൾമോസ്റ്റ് 16-17 സെക്കൻഡ്സ് എത്തും. 0 to 100 17 സെക്കൻഡ്സ്. അത് എത്ര ടൈം, നമ്മുടെ 390 0 to 100 5.5 സെക്കൻഡ്സ് ആണ്. ആ 5.5 ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മീറ്റർ പയ്യെ ഇങ്ങനെ കയറി വരുന്നത്. അത്രയും ഡിലേ ആയിട്ടുള്ളൊരു വണ്ടി എടുക്കുമെന്ന് വരില്ല. പക്ഷേ ദ മോമെൻറ്റ് ഐ വെൻറ്റ് ഓഫ് റോഡ്, ആ മല കയറിയത് ഇറങ്ങിയതും ആ ഈസിനെസ്, ഇതുവരെ ഓഫ് റോഡിങ് ചെയ്യാത്ത ഞാൻ അത്രയ്ക്ക് എളുപ്പത്തിൽ മല കയറ്റി തിരിച്ചിറക്കി കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ, ആ ഹിൽ ഡിസെൻ്റ് ഇട്ട് ഇറക്കാൻ പറ്റിയെങ്കിൽ, അത് ശരിക്കും എൻ്റെ കഴിവല്ല കാണിക്കുന്ന, ഇത് ജിമ്നിയുടെ കേപ്പബിലിറ്റി കാണിക്കുവാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമുക്ക് ഓൾറെഡി റോഡ് വെഹിക്കിൾ ഉണ്ട്, ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ അത് വൈഫിന് ഓടിക്കാൻ സിമ്പിളാണ്. എനിക്ക് കുറച്ച് വീക്കെൻഡിലൊക്കെ ഫണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ബൈ. അതുകൊണ്ടാണ് ഞാൻ ജിമ്നി എടുത്തിരിക്കുന്നത്. ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.